കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വീടിനുള്ളിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. സമീപമുള്ള വീടുകൾക്കും കേടുപാടുകളുണ്ട്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. അനൂപ് മാലിക് എന്നയാൾ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. അനൂപിനെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുത്തു. 2016 പുഴാതിയിലെ വീടിനുള്ളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച കേസിലും പ്രതിയാണ് അനൂപ്. തൊഴിലാളികൾക്ക് താമസിക്കാനെന്ന് പറഞ്ഞാണ് അനൂപ് മാലിക് വീട് വാടകയ്ക്കെടുത്തതെന്ന് സ്ഫോടനം നടന്ന വീടിന്റെ ഉടമസ്ഥ ദേവി 3 മാസത്തേക്ക് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് എഗ്രിമെന്റ് വെച്ചില്ല. ആധാർ കാർഡ് മാത്രമാണ് വാങ്ങിയത്. ഒരിക്കലും സംശയം തോന്നിയിരുന്നില്ല എന്നും ദേവി പറഞ്ഞു. അവിടെ അനൂപ് എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ വീട് വാടകയ്ക്ക് വന്ന് ചോദിച്ചേരം നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചേരം പിന്നെ ഒരു 2 3 ആള് ആ വീട്ടിൽ താമസം ഉണ്ടാവും ചോദിച്ചു. പിന്നെ അത് എന്തോ അവരെന്തിന്റെ ഒരു കടയിൽ എന്തോ സാധനം കൊണ്ടുപോലും വരലുവാണെന്ന് പറഞ്ഞു. വാടകയെല്ലാം കൃത്യമായി തരണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ഇഗ്രിമെന്റും കാര്യമെല്ലാം ആക്കാന്ന് പറഞ്ഞ മാഷെ നമ്മൾ ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ വീടിന് പോകും. പയ്യന്നൂരാണ് അവര് ഇഗ്രിമെന്റ് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്നാൽ നിങ്ങളെ ആ ഒരു വീട്ടിൽ നിങ്ങളെ ആധാറും നിങ്ങളെ ഇത് തരണം എന്ന് പറഞ്ഞു. ഇല്ല, എന്തിനാ സംശയിക്കുന്നപ്പോ നമ്മൾ ആരാ നാട്ടിലാക്ക് സംശയമില്ലാതെ അല്ലേ വേണ്ടത്. നമ്മൾ എന്നിട്ടൊരു ഈ മഴ കൂടുന്നതിന് മുന്നിലേ നമ്മൾ അവിടെ പോയിനായിരുന്നു. ഒന്ന് ഇവരെല്ലാം വൃത്തിയാക്കുന്നുണ്ടോ നമ്മ പറഞ്ഞു. വീടും പരിസരം നല്ല വൃത്തി വേണം. എന്നിട്ട് അങ്ങനെ ഉള്ളെല്ലാം തുറന്ന് നോക്കി ഒന്നുമില്ല. വണ്ണാമ്പിലോ ഒരു ചെതലോ കാര്യമോ ഉണ്ടെന്നെല്ലാം നോക്കാൻ വെച്ചിട്ടാ പോയിനി. അപ്പൊ ഇങ്ങനെയൊരു സംഭവം അതിന്റെ ഉള്ളിൽ നമ്മളെ കണ്ടുപെട്ടിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ വീട് കൊടുക്കുക. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്? നിലവിലിപ്പോ ഈ മരിച്ച ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ അനൂപ് എന്ന വീട് വാടകയ്ക്കെടുത്ത ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വീട് കീഴറ സ്വദേശിയായ ഗോവിന്ദൻ എന്നയാളുടെ വീടാണ്. ഏതാണ്ട് 40 വർഷ പഴക്കമുള്ള ഒരു വീടാണ് അതെന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. ആ വീട് 1 വർഷവും 3 മാസവും മുമ്പാണ് ഇത്തരത്തിൽ വാടകയ്ക്ക് നൽകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല. കാരണം 3 മാസത്തേക്കാണ് ഈ വീട് നൽകിയതെന്നാണ് ഇപ്പോൾ അവരുടെ ഭാര്യ ദേവി നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. 3 മാസത്തേക്ക് മതി. അവിടെ ഒരു പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട ഐറ്റംസ് അതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ജോലി എടുക്കുന്ന ആളുകളാണ്. അവർക്ക് താമസിക്കാനാണ് തൽക്കാലത്തേക്ക്. അതിനുശേഷം അവര് 3 മാസത്തിന് ശേഷം അവര് കൂടുതൽ മറ്റൊരു സ്ഥലത്തേക്ക് പയ്യന്നൂരിലേക്ക് മറ്റോ മാറും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ അനൂപ് തന്നെയാണോ വീട് വാടകയ്ക്ക് എടുത്തത് സുനിൽ? അതെ, അനൂപ് തന്നെയാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്നാണ് അല്പസമയം മുമ്പ് ദേവിയോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അത് ഈ പോലീസ് പറഞ്ഞ അനൂപ് മാലിക് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ആവാം, അത് തന്നെയാണ് എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ അനൂപ് ഏത് നാട്ടുകാരനാണ് എന്താണെന്നൊന്നും ഇവർക്ക് കൃത്യമായി ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു പഴയ വീട് അത് ഒരാൾ വാടകയ്ക്ക് താമസിക്കാൻ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വീട് വാടകയ്ക്ക് നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല അവര് ഏതാണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരോട് വന്ന് വീട്ടിൽ നോക്കിയിരുന്നു, വീട്ടിൽ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. വീട്ടിൽ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. മാത്രമല്ല അയൽവാസികൾക്കൊന്നും ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഇവരെ കുറിച്ച് ഉണ്ടായിരുന്നുമില്ല. അവര് രാത്രി വരുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു. രാത്രി വരുന്നു, പുലർച്ചെ തിരിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ കുറിച്ച് മറ്റാളുകൾക്ക് എന്തെങ്കിലും പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനം നടന്നതോടുകൂടി ഒരു വലിയ തോതിൽ മാനസികമായും ഒരു വലിയ തോതിൽ തകർന്നിട്ടാണുള്ളത്. എന്തായാലും ഈ മരിച്ച ആളുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രവുമല്ല ഈ അനൂപ് മാലിക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അനൂപ് മാലിക്കിനെതിരെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നിരവധി സമാനമായ പരാതികളുണ്ട്. 2016 പുഴാതിയിൽ, അതിനു മുമ്പ് ചാലക്കുന്നിൽ, ഒപ്പം ഈ പുതിയൊരുവിലൊരു അശ്രദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത സംഭവം. അങ്ങനെ നിരവധി കേസുകൾ, നിരവധി സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. എന്തായാലും അനൂപ് മാലിക്കിന് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോസീവ് ലൈസൻസോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന വിവരം കൂടി നമുക്ക് പോലീസിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്.